ഹലോ ഗായ്സ്, കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം കണ്ടപ്പോൾ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐഷുവിൻ്റെ ഒരു ഈവനിങ് വ്ലോഗ് പോലെ കേട്ടോ. അങ്ങനെ ഐഷുവിൻ്റെ ഇതാ വണ്ടി വന്നു. ഐഷു ബസ്സിൽ നിന്ന് ഇറങ്ങി കടയിൽ കയറി. അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് മിഠായി പോലത്തെ ഒരു ബോക്സ് ഉണ്ട്, അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിതാ നടന്നു പോകുന്നു. ഞങ്ങൾക്കിന്ന് സ്പെഷ്യലായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ട് കേട്ടോ കൂടെ. ഞാൻ മോളെ കൂട്ടാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഓനും വന്നു, താത്തിയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ നടന്ന് പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തിറങ്ങാനും നടക്കാനും ഒക്കെ. പാത്തൂന് ഭയങ്കര കാര്യമാണ്, പാത്തൂന്ന് വിളിച്ച് വരും. അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങി നടന്ന് ഇങ്ങനെ പോകുമ്പോൾ അതാ 2 മൈൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ. ഇവിടെ ആൺമയിലും പെൺമയിലും വരുത്തുണ്ട്. ഇത് പെൺമയിലാണ്, പീലില്ലാത്ത മയിൽ പെൺമയിലാണല്ലോ അല്ലേ. അങ്ങനെ അതിനെയും കണ്ട് മക്കൾക്കും കാണിച്ചു കൊടുത്ത് ഞങ്ങൾ വീണ്ടും നടന്നു. അതാട്ടോ ഗിഫ്റ്റ് ബോക്സ്. അതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. അതിൽ ഒരു 20 രൂപേൻ്റെ നോട്ടുണ്ട്. കള്ളനോട്ട് പോലത്തെ നോട്ടാട്ടോ. മക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെന്താ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോതിരം, കോട്ടിയും, പിന്നെന്തോ ഒരു മിഠായിയും ആണ് അതിലുള്ളത് കേട്ടോ. അതും നോക്കി എൻ്റെ ഐഷു അങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതാട്ടോ അതിൻ്റെ ഉള്ളിലുള്ള മിഠായി. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ജെംസ് പോലത്തെ ഒരു മിഠായി. പക്ഷേ ആ ടേസ്റ്റില്ല, എന്നാലും കുഴപ്പമില്ല. മക്കൾക്ക് എന്തോ ഒരു ഇത്. അങ്ങനെ വീണ്ടും ഞങ്ങളെ വീട്ടിലേക്ക് നടന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, ഓളെടുത്തൊന്ന് കയറി. വീണ്ടും നമ്മളിതാ നടന്ന് നീങ്ങി. വീട്ടിലെത്തിയപ്പോൾ താത്തിൻ്റെ ഗിഫ്റ്റ് ബോക്സും പൊട്ടിച്ചു. അതിലും ഉണ്ട് ഒരു 20 രൂപ. പിന്നെ മിഠായി ഉണ്ടായിരുന്നു. സെയിം തന്നെ ഉണ്ടാവുക. പിന്നെ ഓളെ കയ്യിൽ കളിക്കണമെന്ന് വെച്ചാൽ ഐഷുവിൻ്റെ കയ്യിൽ മോതിരാണ് ഉണ്ടായിരുന്നത്. പാത്തുവിൻ്റെ കയ്യിൽ ഒരു ഗണ്ണാണ്, ജസ്റ്റ് കളിച്ചതാക്കുന്ന ഒരു ഗണ്ണാണുള്ളത്. അതും നോക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പാത്തും ഐഷും അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റ് ആട്ടോ പോകുന്നത്. അങ്ങനെയായിട്ട് പോയി തെറിക്കും. പെട്ടെന്നൊരു കോള് വന്നു, ചക്ക വേണമെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട്. പഴുത്ത ചക്ക ആണെന്ന്. അവിടുന്ന് ഇട്ട ഡ്രസ്സാലെ കുറുക്കുവായിക്ക് അങ്ങോട്ട് ഓടി എല്ലാവരും. പിന്നെ ജന്നനെ നിങ്ങൾക്ക് അറിയാൻ മതിയാവുമല്ലോ. ജന്നൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, ജന്ന ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം അടിപൊളി മധുരമുള്ള നല്ല ഈ വർഷത്തെ ഫസ്റ്റ് ചക്കയാണ്. പഴഞ്ചക്കയാണ്, നല്ല അടിപൊളി ചക്കയായിരുന്നു. അത് കഴിച്ചു. അവിടെ നിന്നൊരു ഫ്ലവർ കണ്ടപ്പോൾ ഓരത് പറിച്ചു കൊടുത്തു. മതിൽമ കയറിയിട്ടൊക്കെയാണ് പറിച്ചു കൊടുത്തത്. സാഹസികമായിട്ട് പറിച്ചതാണ് കേട്ടോ ഫ്ലവറൊക്കെ. അത് പറിച്ചു. ഞങ്ങളതാ വീണ്ടും വീട്ടിലേക്ക് നടക്കുകയാണ്. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പം 3 ആളും അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട് നമുക്കിവിടെ വരണം, ബോളുമായിട്ട് വരണം, നമുക്ക് ഇവിടുന്ന് കളിക്കണം, നാളെ നമുക്ക് വന്ന് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഫുള്ള് ഗ്രൗണ്ടല്ലേ, മക്കൾക്ക് പിന്നെ ഗ്രൗണ്ട് കിട്ടിയാൽ അങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് 3 ആളും. അങ്ങനെ ഞങ്ങൾ വീണ്ടും അതൊന്നൊക്കെ കയറി വീട്ടിലേക്ക് പോന്നു. ഇവർ വരുന്നേ ഇല്ല കേട്ടോ. കുറേ വിളിച്ചിട്ടാണ് ഒന്ന് വന്നത്. ഏകദേശം ബാങ്ക് കൊടുക്കാൻ ടൈം ആയതിനെക്കൊണ്ട് ഞാൻ നിർത്തിയില്ല. അങ്ങനെ വീട്ടിൽ കയറി. വീട്ടിലെത്തി. ബറാത്ത് രാവായിരുന്നു. ഞങ്ങൾ പാലായൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഏകദേശം നൈറ്റായി പഠിക്കാതിരുന്നപ്പം എൻ്റെ ചെടികൾക്കൊക്കെ ഒരു വാട്ടം. അപ്പം പാത്തുനോട് വെള്ളം ഒഴിച്ചെടുക്കാൻ പറഞ്ഞു. ഇതൊക്കെ എൻ്റെ ഒരു അല്ലറച്ചില്ലറ പരിപാടികളാണ് കേട്ടോ. അതിൽ മണി പ്ലാന്റ് ആണ് വെച്ചത്. അത് തേത്ത് വരുന്നുണ്ട്. അപ്പോഴത്തെ വെള്ളം വറ്റിയപ്പോൾ അത് ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞു. അല്ലാണ്ടുള്ള ചെടികൾക്കൊക്കെ ഒന്ന് പാത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തു. അങ്ങനെ ഓരോ പഠിത്തത്തിലേക്ക്